നമസ്കാരം. സിറിയയ്ക്ക് മേലുള്ള ഇസ്രയേലിന്റെ വ്യോമാക്രമണം തുടരുകയാണ്. തീരപ്രദേശമായ ടാർട്ടസിലാണ് തുടർച്ചയായ വ്യോമാക്രമണം നടത്തിയത്. ടാർട്ടസിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിനും കാരണമായി. ഇതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ ഇസ്രയേൽ നടത്തിയ എർത്ത്ക്വേക്ക് ബോംബാക്രമണം എന്ന പേരിൽ സോഷ്യൽ മീഡിയകളിൽ വൈറലായിരുന്നു. 2012 ശേഷം പ്രദേശത്ത് നടന്ന ഏറ്റവും തീവ്രമായ ബോംബാക്രമണമാണിതെന്ന് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അഭിപ്രായപ്പെട്ടു. ടാർട്ടസിൽ നിന്നും 820 കിലോമീറ്റർ അകലെയുള്ള തുർക്കിയിലെ ഇസ്നിക്കിൽ സ്ഥാപിച്ചിരുന്ന മാഗ്നെറ്റോമീറ്റർ സ്റ്റേഷനിൽ പോലും സ്ഫോടനത്തിന്റെ സിഗ്നലുകൾ ലഭിച്ചു. സിറിയയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇസ്രയേൽ പ്രധാനമായും ലക്ഷ്യമിട്ടത് സിറിയയുടെ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ, ഉപരിതലത്തിൽ നിന്നും ഉപരിതലത്തിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ സൂക്ഷിച്ചിരുന്ന വെയർഹൌസുകൾ എന്നിവയാണ്. ഹിസ്ബുല്ലയെ പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ കയ്യിലേക്ക് അത്യാധുനിക ആയുധങ്ങൾ എത്തുന്നത് തടയാനാണ് തങ്ങൾ ഇത്തരത്തിൽ വ്യോമാക്രമണങ്ങൾ നടത്തുന്നതെന്നും സിറിയയുമായൊരു സംഘർഷത്തിന് തങ്ങൾക്ക് താല്പര്യമില്ലെന്നും എന്നാൽ തങ്ങളുടെ രാജ്യത്തിന്റെ വടക്കൻ അതിർത്തിയിൽ സ്ഥിരത നിലനിർത്തേണ്ടത് തങ്ങളുടെ ആവശ്യമാണെന്നും ഇസ്രയേൽ പറയുന്നു. സിറിയയിൽ നിന്നും തങ്ങൾക്ക് നേരെ വരാൻ സാധ്യതയുള്ള എല്ലാ വെല്ലുവിളികളെയും നിശബ്ദമാക്കുന്നതുവരെ തങ്ങൾ വ്യോമാക്രമണങ്ങൾ തുടരുമെന്നും അവർ വ്യക്തമാക്കി. പ്രകോപനമില്ലാത്ത ആക്രമണമെന്നാണ് ഇസ്രയേലിന്റെ ആക്രമണത്തെക്കുറിച്ച് സിറിയയുടെ അധികാരം പിടിച്ചെടുത്ത HTS പറയുന്നത്. കൂടുതൽ സംഘർഷങ്ങൾ തങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സിറിയയുടെ പുനർനിർമ്മാണത്തിന് മാത്രമാണെന്നും അവർ വ്യക്തമാക്കി. 2011 ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതു മുതൽ സിറിയയിൽ 5 ലക്ഷത്തിലധികം പേർ കൊല്ലപ്പെടുകയും ദശലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയും ചെയ്തു. 1967 മുതൽ കൈവശം വച്ചിരിക്കുന്ന ഗോലാൻ കുന്നുകൾക്ക് മേലുള്ള അവകാശം ഉറപ്പിക്കുക എന്നൊരു തന്ത്രം കൂടി ഇസ്രയേലിന്റെ വ്യോമാക്രമണങ്ങൾക്ക് പിന്നിലുണ്ട്. സിറിയയുടെ നിയന്ത്രണം HTS പിടിച്ചതിന് പിന്നാലെ തന്നെ ഇസ്രയേലിന്റെ ആർമി ഗോലാൻ കുന്നുകളുടെ ബഫർ സോണിലേക്ക് കടന്നു കയറിയിട്ടുണ്ട്. സിറിയയുടെ തലസ്ഥാന നഗരമായ ദമാസ്കസിന് 25 കിലോമീറ്റർ അടുത്തുവരെ ഇസ്രയേലി ടാങ്കുകൾ എത്തിയതായി പല റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ സിറിയയിലെ ഹെറമോൺ പർവ്വതത്തിന്റെ നിയന്ത്രണവും ഇസ്രയേൽ കൈക്കലാക്കിയിരുന്നു. സിറിയയിൽ നിലനിൽക്കുന്ന അസ്ഥിരത കാരണം ഹെറമോൺ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഞങ്ങളുടെ സാന്നിധ്യം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത്. ഇപ്പോൾ ഇസ്രയേൽ ടാർട്ടസിൽ നടത്തിയ ബോംബാക്രമണത്തിൽ അമേരിക്കയുടെ MOAB അഥവാ മദേഴ്സ് ഓഫ് ആൾ ബോംബായിരിക്കാം ഉപയോഗിച്ചതെന്ന് വിദഗ്ധർ പറയുന്നു. സിറിയയുടെ അതിമാരകമായ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളിലാവാം ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയതെന്നും അതുകൊണ്ടാണ് ഇത്രയും വലിയ സ്ഫോടനമുണ്ടായതെന്നുമാണ് ചിലരുടെ വാദം.